ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിങ്ങിൻ്റെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പരിശുദ്ധ സഭ വലിയ നോമ്പിലേക്ക് പ്രവേശിച്ചു. പരിശുദ്ധ നോമ്പിന് മുന്നോടിയായി ഫെബ്രുവരി 11 ഞായറാഴ്ച ശുഭ്കോനോ അഥവാ നിരപ്പിൻ്റെ ശുശ്രൂഷ നടത്തപ്പെട്ടു. അറിഞ്ഞോ അറിയാതെയോ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള തെറ്റുകൾക്ക് വലിപ്പ ചെറുപ്പമന്യേ ക്ഷമയാചിക്കുന്ന ശുശ്രൂഷയാണ് ഇത്. ശുദ്ധമുള്ള നോമ്പ് ജയത്തിൻ്റെ അടയാളവും ശത്രുവാകുന്ന ദുഷ്ടൻ്റെ നേരെ തോൽക്കാത്ത ആയുധവുമാകുന്നു. വിശുദ്ധ നോമ്പ് ഏവരും പ്രാർത്ഥനയോടും ഉപവാസത്തോടെയും കൂടി ആചരിക്കണമെന്ന് അറിയിക്കുന്നു. ഭാരതത്തിൻ്റെ അപ്പോസ്തോലനായ വിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ 1950 രക്തസാക്ഷിത്വ ജൂബിലി സമാപനത്തോടനുബന്ധിച്ചുള്ള മാർത്തോമൻ പൈതൃക സംഗമത്തിൻ്റെ ഭാഗമായുള്ള തെക്കൻ മേഖലാ ദീപശിഖ പ്രയാണം മാർത്തോമാ ശ്ലീഹായാൽ സ്ഥാപിതമായ തിരുവിതാംകോട് അരപ്പള്ളിയിൽ നിന്ന് ഫെബ്രുവരി 3 ശനിയാഴ്ച 2 മണിക്ക് ആരംഭിച്ച് ഫെബ്രുവരി 8 വ്യാഴാഴ്ച വൈകിട്ട് പഴയ സെമിനാരിയിൽ വിജയകരമായി എത്തിച്ചേർന്നു. ദീപശിഖയെ അഭിവന്യ മാത്യൂസ് മാർ തീമോത്തിയോസ്, അഭിവന്യ ഗീവർഗീസ് മാർ കൂറിലോസ് എന്നീ മെത്രാപ്പോലിത്തമാർ ഏറ്റുവാങ്ങി പഴയ സെമിനാരിയിൽ സ്ഥാപിച്ചു. തുടർന്ന് പരിശുദ്ധ പിതാക്കന്മാരുടെ കബറിങ്കൽ ധൂപാർപ്പണവും നടത്തി. മലങ്കര സഭയുടെ മലബാർ ഭദ്രാസന ഇടവകയുടെ അഭിവന്യ ഗീവർഗീസ് മാർ പക്കോമിയോസ് തിരുമേനി, റോമൻ കത്തോലിക്ക സഭയുടെ കോഴിക്കോട് രൂപതാ അധ്യക്ഷൻ വർഗീസ് ചക്കാരയ്ക്കൽ പിതാവിൻ്റെ മെത്രാഭിഷേക രജത ജൂബിലി ആഘോഷത്തിൽ ഇതര സഭാപിതാക്കന്മാരോടൊപ്പം പങ്കെടുത്തു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ മാർത്തോമൻ പൈതൃക സംഗമത്തിൻ്റെ ഭാഗമായി കോട്ടയം, അങ്കമാലി ഭാഗങ്ങളിൽ ക്രമീകരിച്ച ഫ്ലെക്സ് ബോർഡുകൾ, പോസ്റ്ററുകൾ, ബാനറുകൾ സാമൂഹിക വിരുദ്ധർ വ്യാപകമായി നശിപ്പിച്ചത് അപലപനീയമെന്ന് ഓർത്തഡോക്സ് സഭ വൈദിക ട്രസ്റ്റി ഫാദർ ഡോക്ടർ സജി വർഗീസ് അമയിൽ മലങ്കര സഭയുടെ അന്തസ്സത്തയും പൈതൃകവും തനിമയും കാത്തുസൂക്ഷിക്കുന്നതിനും ആർക്കും യാതൊരു ബുദ്ധിമുട്ടുമുണ്ടാകാതെ സ്ഥാപിച്ചിരിക്കുന്നതുമായ ഫ്ലെക്സ് ബോർഡുകളും പോസ്റ്ററുകളും നശിപ്പിച്ചത് സാമൂഹിക വിരുദ്ധമായ പ്രവർത്തനമാണ്. മലങ്കര സഭ ഫെബ്രുവരിയിൽ നടത്തുന്ന മാർത്തോമൻ പൈതൃക സംഗമത്തിൻ്റെ വിജയത്തെപ്പറ്റിയുള്ള ചില ആശങ്കകളാണ് ഈ സാമൂഹിക വിരുദ്ധരെ പൈശാചിക പ്രവർത്തനത്തിലേക്ക് നയിക്കുന്നത്. ശാന്തമായി പോകുന്ന ഇടങ്ങളിൽ കലുഷിതമായ പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്തി സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്നത് തികച്ചും ഖേദകരമാണ് എന്ന് വൈദിക ട്രസ്റ്റി ഫാദർ സജി വർഗീസ് അമയിൽ പ്രസ്താവനയിൽ അറിയിച്ചു. കുണ്ടറ MGD ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടങ്ങളുടെ കൂദാശയും ഉദ്ഘാടനവും ഫെബ്രുവരി 8 വൈകിട്ട് 4 മണിക്ക് കോർപ്പറേറ്റ് മാനേജർ അഭിവന്യ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലിത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തപ്പെട്ടു. സ്കൂൾ കോർഡിനേറ്റർ ഫാദർ കോശി വൈദ്യൻ അധ്യക്ഷനായ ചടങ്ങിൽ PC വിശ്വനാഥ് MLA മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി തോമസ്, സ്കൂൾ ഗവേണിംഗ് ബോർഡ് മെമ്പർ ജോൺ C ഡാനിയൽ എന്നിവർ സംസാരിച്ചു. MGDHS ബോയ്സ് ഹെഡ് മാസ്റ്റർ ജേക്കബ് ജോർജ് സ്വാഗതവും പ്രിൻസിപ്പൽ സജി വർഗീസ് നന്ദിയും പറഞ്ഞു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ കൊല്ലം ഭദ്രാസന മെത്രാപ്പോലിത്തയായിരുന്ന ഭാഗ്യസ്മരണാർഹനായ അഭിവന്യ മാത്യൂസ് മാർ എപ്പിപ്പാനിയോസ് മെത്രാപ്പോലിത്തയുടെ 15ാമത് ഓർമ്മ പെരുന്നാൾ ഫെബ്രുവരി 8, 9 തീയതികളിൽ അഭിവന്യ പിതാവ് കബറടങ്ങിയിരിക്കുന്ന കൊല്ലം ഭദ്രാസന അരമനയിൽ പരിശുദ്ധ സഭ ഭക്തിപുരസരം ആചരിച്ചു. ഓർമ്മ പെരുന്നാളിൻ്റെ സമാപനത്തോട് സംബന്ധിച്ച് കൊല്ലം സെൻറ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ നടന്ന മൂന്നിന്മേൽ കുർബാനയ്ക്ക് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തിരുവനന്തപുരം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ്, ഡൽഹി ഭദ്രാസനാധിപൻ ഡോക്ടർ യൂഹാനോൻ മാർ ദിമിത്രിയോസ് എന്നിവർ സഹകാർമ്മികരായിരുന്നു. അഭിമന്യ പിതാക്കന്മാരും ഭദ്രാസന സെക്രട്ടറി ഫാദർ PT ഷാജൻ, വികാരി ഫാദർ ഫിലിപ്പ് തരകൻ എന്നിവരും പങ്കെടുത്തു. തുടർന്ന് കബറിങ്കൽ ധൂപപ്രാർത്ഥനയും ശ്ലൈഹിക വാഴ്വ്, കൊടിയിറക്ക്, നേർച്ചവിളമ്പ് എന്നിവയും നടത്തപ്പെട്ടു. സഹോദരൻ പദ്ധതി മനുഷ്യസ്നേഹത്തിൻ്റെ ഉദാത്ത മാതൃക. പൂയം തിരുനാൾ ഗൗരി പാർവതി ഭായ് തമ്പുരാട്ടി 2 വർഷം കൊണ്ട് 12 കോടിയിലധികം ചെലവഴിച്ച ജാതിമത ഭേദമന്യേ ദുരിതബാധിതർക്ക് സഹായം നൽകുന്ന സഹോദരൻ പദ്ധതി മനുഷ്യസ്നേഹത്തിൻ്റെ ഉദാത്ത ഭാവമാണെന്ന് പൂയം തിരുനാൾ ഗൗരി പാർവതി ഭായ് തമ്പുരാട്ടി പ്രസ്താവിച്ചു. പരുമല സെമിനാരിയിൽ സഹോദരൻ പദ്ധതിയുടെ 2ാം വാർഷികം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ഭൂരഹിതർക്ക് വേണ്ടി നിർമ്മിച്ച 10 ഭവനങ്ങളുടെ താക്കോൽ ദാനവും തമ്പുരാട്ടി നിർവഹിച്ചു. പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ അധ്യക്ഷത വഹിച്ചു.
നൂതന പദ്ധതികളായ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ പ്രോജക്റ്റ്, മൊബൈൽ പാലിയേറ്റീവ് കെയർ യൂണിറ്റ്, പരസ്പര സഹകരണത്തോടെ നിർമ്മിക്കുന്ന 100 ഭവനങ്ങളുടെ നിർമ്മാണം എന്നിവ യഥാക്രമം കോട്ടയം അതിരൂപത സഹായ മെത്രാപ്പൊലീത്ത ഗീവർഗീസ് മാർ അപ്രേം, ഡോക്ടർ യൂഹാനോൻ മാർ ദിയോസ്കോറോസ്, ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ എന്നിവർ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ യുയാക്കിം മാർ കൂറിലോസ് സഫർഗൻ മെത്രാപ്പൊലീത്ത മുഖ്യ സന്ദേശം നൽകി. സഭാംഗമായ ശ്രീ ജേക്കബ് സക്കറിയ ദാനമായി നൽകിയ സ്ഥലത്താണ് ജാതിമത ഭേദമില്ലാതെ നിർധനരായവർക്ക് 10 ഭവനങ്ങൾ നൽകുന്നത്. പരിശുദ്ധ എപ്പിസ്കോപ്പൽ സിനോദോസ് സെക്രട്ടറി ഡോക്ടർ യുഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പൊലീത്ത, ഡോക്ടർ യുയാക്കിം മാർ കൂറിലോസ് സഫർഗൻ മെത്രാപ്പൊലീത്ത, കോട്ടയം അതിരൂപത സഹായ മെത്രാപ്പൊലീത്ത ഗീവർഗീസ് മാർ അപ്രേം, ബിഷപ്പ് ഉമ്മൻ ജോർജ്, ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ, കെ സഹലബത്ത് ദാരിമി, അൽമായ ട്രസ്റ്റി ശ്രീ റോണി വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. കാലം ചെയ്ത പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവായുടെ സ്മരണയിൽ 2022 ഫെബ്രുവരി 12 സഹോദരൻ പദ്ധതി ആരംഭിച്ചത്. തിരുവിതാംകൂർ രാജകുടുംബാംഗം പൂയം തിരുനാൾ ഗൗരി പാർവതി ഭായ് പരുമല ആശുപത്രി സന്ദർശിച്ചു. ഫ്രഞ്ച് അധ്യാപിക എന്ന നിലയിലും സ്ത്രീ സമൂഹത്തിന്റെ ഉന്നമനത്തിനായുള്ള പ്രവർത്തനവും പരിഗണിച്ച് ഫ്രഞ്ച് സർക്കാരിന്റെ പരമോന്നത ബഹുമതിയായ ഷെവലിയാർ പുരസ്കാരമെന്ന നേട്ടം കൈവരിച്ച വ്യക്തിത്വമാണ് പൂയം തിരുനാൾ ഗൗരി പാർവതി ഭായ്. പരുമല ആശുപത്രി സന്ദർശിച്ച പൂയം തിരുനാൾ ഗൗരി പാർവതി ഭായ് തമ്പുരാട്ടിയെ നിരണം ഭദ്രാസനാധിപൻ അഭിവന്യ യൂഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് തിരുമേനി അനുമോദിച്ചു. ഭാരതത്തിന്റെ അപ്പോസ്തോലനായ വിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ 1950 രക്തസാക്ഷിത്വ ജൂബിലി സമാപനത്തോട് അനുബന്ധിച്ചുള്ള മാർത്തോമൻ പൈതൃക സംഗമത്തിന്റെ ഭാഗമായുള്ള വടക്കൻ മേഖലാ പതാക പ്രയാണം സുൽത്താൻ ബത്തേരി ഭദ്രാസനത്തിൽ സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ നിന്ന് ഫെബ്രുവരി 10 ശനിയാഴ്ച ആരംഭിച്ച് മലങ്കര ഓർത്തഡോക്സ് സഭ സുൽത്താൻ ബത്തേരി ഭദ്രാസനാധിപൻ അഭിവന്യ ഡോക്ടർ ഗീവർഗീസ് മാർ ബർണബാസ് മെത്രാപ്പൊലീത്ത, മലബാർ ഭദ്രാസനാധിപൻ അഭിവന്യ ഗീവർഗീസ് മാർ പക്കോമ്യോസ് മെത്രാപ്പൊലീത്ത എന്നീ പിതാക്കന്മാർ ചേർന്ന് പതാക ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്തു. സഭാസ്ഥാനികളും വൈദിക ശ്രേഷ്ഠരും ആത്മായ പ്രതിനിധികളും സാമൂഹിക രാഷ്ട്രീയ പ്രമുഖരും പങ്കെടുക്കുന്ന മാർത്തോമൻ പൈതൃക വടക്കൻ മേഖല പതാക പ്രയാണം സുൽത്താൻ ബത്തേരി ഭദ്രാസനത്തിൽ നിന്ന് ആരംഭിച്ച് സുൽത്താൻ ബത്തേരി, മലബാർ, കൊച്ചി, തൃശൂർ, കുന്നംകുളം, അങ്കമാലി, കണ്ടനാട് വെസ്റ്റ്, ഇടുക്കി, കണ്ടനാട് ഈസ്റ്റ് എന്നീ മെത്രാസനങ്ങളിൽ നാനാജാതി മതസ്ഥരുടെയും രാഷ്ട്രീയ സാമുദായിക നേതാക്കളുടെയും സ്വീകരണം ഏറ്റുവാങ്ങി ഫെബ്രുവരി 14 ബുധനാഴ്ച വൈകിട്ട് പഴയ സെമിനാരിൽ വിജയകരമായി എത്തിച്ചേർന്നു. പതാക മലബാർ ഭദ്രാസനാധിപൻ അഭിവന്യ ഗീവർഗീസ് മാർ പക്കോമേസ് മെത്രാപ്പൊലീത്ത ഏറ്റുവാങ്ങി പഴയ സെമിനാരിൽ സ്ഥാപിച്ച് തുടർന്ന് പരിശുദ്ധ പിതാക്കന്മാരുടെ കബറിങ്കൽ ധൂപപ്രാർത്ഥനയും നടത്തപ്പെട്ടു. തിരുവനന്തപുരത്ത് നടക്കുന്ന മാതൃഭൂമി ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സിൽ അഭിവന്യ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയസ് തിരുമേനി പ്രത്യേക ക്ഷണിതാവായി പങ്കെടുത്തു. മാർത്തോമൻ പൈതൃക സംഗമത്തിന്റെ ഭാഗമായി നടത്തപ്പെട്ട ഗ്ലോബൽ മെഗാ ക്വിസ് മത്സരം ഗ്രാൻഡ് ഫിനാലെ ഇന്ന് ദേവലോകം അരമന ഓഡിറ്റോറിയത്തിൽ അഭിവന്യ യൂഹാനോൻ മാർ ദിയോസ്കോറോസ് മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. 2 ഘട്ടങ്ങളിലായി നടത്തിയ മത്സരങ്ങളിൽ നിന്നും വിജയികളായ 7 ടീമുകളാണ് ഇന്ന് നടന്ന ഫൈനലിൽ മത്സരിച്ചത്. വളരെ കൃത്യതയോടെ നടത്തപ്പെട്ട മത്സരത്തിൽ 1ാം സമ്മാനം കാരിച്ചാൽ സെന്റ് ജോർജ് ഇടവകയിലെ ഡോക്ടർ ബിജു തോമസ് ആൻഡ് ഷീബ മാത്യു, 2ാം സമ്മാനം തോട്ടപ്പുഴ മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയിലെ ശ്രീ വർഗീസ് ജോൺ, ഐറിൻ അന്ന വർഗീസ്, 3ാം സമ്മാനം വെട്ടിക്കുന്നേൽ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിലെ ശ്രീ ഡെറിൻ രാജു, എബിൻ രാജു എന്നിവർക്കാണ്. ക്വിസ് മാസ്റ്റർ ബഹുമാനപ്പെട്ട ഡോക്ടർ ടിജു തോമസ് IRS നേതൃത്വം നൽകി. പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പൊലീത്തയും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷനുമായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ തിരുമേനിയുടെയും മാർത്തോമ സഭയുടെ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്തയുടെയും 75ാം ജന്മദിനം നിരണം ഭദ്രാസന ആസ്ഥാനമായ ബഥനി അരമനയിൽ വെച്ച് സംയുക്തമായി നടത്തപ്പെട്ടു. അഭിവന്യ ഡോക്ടർ യൂഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പൊലീത്ത, അഭിവന്യ ഡോക്ടർ ജോഷുവ മാർ നിക്കോദിമോസ് മെത്രാപ്പൊലീത്ത, ഫാദർ അലക്സാണ്ടർ ഏബ്രഹാം, ഫാദർ ചെറിയാൻ ജേക്കബ് എന്നിവർ സന്നിഹിതരായിരുന്നു. സ്നേഹത്തിലും ക്ഷമയിലും അധിഷ്ഠിതമായ മനോഭാവം കൈവരിക്കുന്നതിന് പരിശുദ്ധ വലിയ നോമ്പ് ഇടയാക്കട്ടെ എന്ന് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ ദേവലോകം കാതോലിക്കേറ്റ് അരമനയിൽ വലിയ നോമ്പിന്റെ പ്രാരംഭമായി നടന്ന ശുഭക്കോനോ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിക്കൊണ്ട് അനുഗ്രഹ പ്രഭാഷണം നടത്തി സംസാരിക്കുകയായിരുന്നു പരിശുദ്ധ പിതാവ്. 75 വർഷം പൂർത്തിയാക്കിയ ബാവ തിരുമേനിക്ക്
അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ, സഭാവക്താവ് ഫാദർ ഡോക്ടർ ജോൺസ് എബ്രഹാം കോനാട്ട്, ദേവലോകം അരമന മാനേജർ യാക്കോബ് റംബാൻ, ഫാദർ സജി യോഹന്നാൻ, ഫാദർ ഷിബു ടോം വർഗീസ്, ഫാദർ അശ്വിൻ ഫെർണാണ്ടസ്, ഫാദർ ബിറ്റു കെ മാണി, ഫാദർ എബ്രഹാം ജോർജ്, ഫാദർ ബിനു ഇട്ടി എന്നിവർ ആശംസകൾ അർപ്പിച്ചു. പീരുമേട് മാർ ബസേലിയോസ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ 75 പുഷ്പങ്ങൾ ബാവ തിരുമേനിക്ക് സമ്മാനിച്ചു. പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ തിരുമേനിക്കും മാർത്തോമ സഭയുടെ അഭിവന്യ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്തയ്ക്കും ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിംഗ് ജന്മദിനാശംസകൾ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. പത്തിച്ചിറ സെന്റ് ജോൺസ് ഓർത്തഡോക്സ് വലിയ പള്ളിയുടെ വകാംഗവും മാവേലിക്കര മറ്റം സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ പ്രിൻസിപ്പലുമായിരുന്ന ബിജു ജി ചെട്ടിക്കുളങ്ങര എഴുതിയ പരിശുദ്ധ കന്യകമറിയാമമ്മ എന്ന ഗ്രന്ഥം മാവേലിക്കര സെന്റ് പോൾസ് മിഷൻ സെന്ററിൽ മലങ്കര സഭാരത്നം ഭാഗ്യസ്മരണാർഹനായ അഭിവന്യ ഡോക്ടർ ഗീവർഗീസ് മാർ ഒസ്താത്യോസ് മെത്രാപ്പോലിത്തയുടെ 12ാം ഓർമ്മ പെരുന്നാൾ കൊടിയേറ്റ് ദിനത്തിൽ വിശുദ്ധ കുർബാനാനന്തരം സുൽത്താൻ ബത്തേരി ഭദ്രാസന മെത്രാപ്പോലിത്ത അഭിവന്യ ഡോക്ടർ ഗീവർഗീസ് മാർ ബർണബാസ് തിരുമേനി വെരി റെവറൻ ഗീവർഗീസ് റംബാന് നൽകി നിർവഹിച്ചു. MTC മാനേജർ വെരി റെവറൻ യൂഹാനോൻ റംബാൻ, ഗ്രന്ഥകർത്താവ് ശ്രീ ബിജു ചെട്ടിക്കുളങ്ങര എന്നിവർ സന്നിഹിതരായിരുന്നു. മലങ്കര സഭാരത്നം ഭാഗ്യസ്മരണാർഹനായ അഭിവന്യ ഡോക്ടർ ഗീവർഗീസ് മാർ ഒസ്താത്യോസ് തിരുമേനിയുടെ ഓർമ്മ പെരുന്നാൾ 11 മുതൽ 17 വരെ മാവേലിക്കര സെന്റ് പോൾസ് MTCയിൽ കൊണ്ടാടുന്നു. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വവും അഭിവന്യ പിതാക്കന്മാർ സഹകാർമ്മികരും ആയിരുന്നു. വയനാടൻ ജനത ചക്രവ്യൂഹത്തിൽ അകപ്പെട്ട അഭിമന്യു. ഓർത്തഡോക്സ് സഭ സുൽത്താൻ ബത്തേരി ഭദ്രാസന കൗൺസിൽ. വന്യജീവി നിയമങ്ങളുടെ കാർക്കശ്യവും മനുഷ്യനും കൂടി അനുകൂലമായ ചില നിയമങ്ങൾ നടപ്പിലാക്കാനുള്ള ഭരണകൂടങ്ങളുടെ നിസ്സംഗതയും, നിയമങ്ങൾ നടപ്പിലാക്കിയാൽ അതിൻ്റെ നൂലാമാലകളിൽ ഞങ്ങൾ പെട്ടുപോകുമോ എന്ന ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ ഭയവും സൃഷ്ടിക്കുന്ന ചക്രവ്യൂഹത്തിൽപ്പെട്ട് വയനാടൻ ജനത വീർപ്പുമുട്ടുകയാണ്. വന്യജീവികളിൽ നിന്ന് മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുവാനുള്ള പോംവഴികൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് നടപ്പിലാക്കാൻ ഭരണകൂടങ്ങൾ ആർജവം കാണിക്കണം. അല്ലെങ്കിൽ ജനങ്ങൾ നിയമം കയ്യിലെടുത്തു എന്നും അത് നാട്ടിൽ അരാജകത്വം സൃഷ്ടിക്കുവാനും കാരണമാകും. അതിനിടെയാകാതെ ഇനിയും ഒരു ജീവൻ പോലും വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ പൊരിയാതിരിക്കുവാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് ഭരണകൂടങ്ങളും ഉദ്യോഗസ്ഥരും ശ്രദ്ധിക്കണമെന്നും ആവശ്യപ്പെട്ടു. അതിജീവനത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ വയനാടൻ ജനതയുടെ സമരമുഖങ്ങളിൽ ഓർത്തഡോക്സ് സഭയും അണിചേരുമെന്ന് സുൽത്താൻ ബത്തേരി നിർമ്മലഗിരി അരമനയിൽ ഡോക്ടർ ഗീവർഗീസ് മാർ ബർണബാസ് മെത്രാപ്പോലിത്തയുടെ അധ്യക്ഷതയിൽ കൂടിയ ഭദ്രാസന കൗൺസിൽ അറിയിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സ്മരണയ്ക്കായി മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സേവന വിഭാഗമായ ആർദ്ര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ദേവലോകം അരമന ഓഡിറ്റോറിയത്തിൽ വെച്ച് 7 പെൺകുട്ടികൾക്ക് വിവാഹ സഹായധനമായ 1 ലക്ഷം രൂപ വീതം നൽകി. പരിശുദ്ധ കാതോലിക്ക ബാവ ഫണ്ട് വിതരണം ഉദ്ഘാടനം ചെയ്തു. 1 രൂപയ്ക്ക് ഹൃദയ പരിരക്ഷ പാക്കേജുമായി പരുമല കാർഡിയോളജി വിഭാഗം. പരുമല ഇന്റർനാഷണൽ കാർഡിയോ തെറാസിക് സെന്റർ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വാർഷിക ആഘോഷത്തോടനുബന്ധിച്ച് 2500 രൂപ വില വരുന്ന കാർഡിയാക് ചെക്കപ്പ് 1 രൂപയ്ക്ക് നൽകിക്കൊണ്ടുള്ള പ്രഖ്യാപനം പ്രശസ്ത സിനിമാ താരം ശ്രീ രമേശ് പിഷാരടി നിർവഹിച്ചു. ECG, എക്കോ, ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ, കാർഡിയോളജിസ്റ്റ് കൺസൾട്ടേഷൻ തുടങ്ങിയ ഈ പാക്കേജിൻ്റെ കാലാവധി 2024 മെയ് 15 വരെയാണ്. നിരണം ഭദ്രാസനാധിപൻ അഭിവന്യ ഡോക്ടർ യൂഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് തിരുമേനിയുടെ അധ്യക്ഷതയിൽ കൂടിയ വാർഷികാഘോഷം മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ തിരുമേനി ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസ്തുത ചടങ്ങിൽ സാമ്പത്തിക പരിമിതിയുള്ളവർക്ക് 7500 രൂപയ്ക്ക് ആൻജിയോഗ്രാം, 75,000 രൂപയ്ക്ക് സിംഗിൾ സ്റ്റെന്റ് ആൻജിയോപ്ലാസ്റ്റി ചെയ്തു നൽകുന്ന പ്രത്യേക പാക്കേജ് പരിശുദ്ധ ബാവ തിരുമേനി പ്രഖ്യാപിച്ചു. സുൽത്താൻ ബത്തേരി ഭദ്രാസനാധിപൻ അഭിവന്യ ഡോക്ടർ ഗീവർഗീസ് മാർ ബർണബാസ്, ആശുപത്രി CEO ഫാദർ MC പൗലോസ്, പരുമല സെമിനാരി മാനേജർ KV പോൾ റംബാൻ, പ്രോജക്ട് ഡയറക്ടർ ശ്രീ വർക്കി ജോൺ, കാർഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ മഹേഷ് നളിൻകുമാർ, സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ജോർജ് ഘോഷി, കൺസൾട്ടന്റ് ഡോക്ടർ റിനെറ്റ് സെബാസ്റ്റ്യൻ എന്നിവർ യോഗത്തിൽ സംസാരിച്ചു. ഇതോടെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.